നകുലേട്ടാ നല്ല ടീമാണെന്നാ തോന്നുന്നു. ഞാനവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്. കുറച്ച് ജ്യൂസും കൊടുത്തിട്ട് കുടിക്കാൻ. കല്ലിനെ പറ്റി ചോദിച്ചാ? കല്ലിനെ പറ്റി ചോദിച്ചപ്പോ മൂത്രത്തിൽ കല്ലിനെ പറ്റിയാ പറയാ. മൂത്രത്തിൽ കല്ല? ആ അവരിലെന്തോ മരുന്നുണ്ട് അത്ര മൂത്രത്തിൽ കല്ലിനെ പറ്റി. നമസ്കാരം. നകുലേട്ടനല്ലേ? ആ സാറ് കല്ല് നോക്കാൻ? കല്ലെടുക്കാൻ ഒരുപാട് പേര് വരും. സാറിന്റെ ജീവിതത്തിലെ കല്ലെടുക്കാൻ ഒരാളെ വരും. സുരേഷ്, ക്യാപ്ഷൻ സുരേഷ്. ക്യാപ്റ്റൻ? ക്യാപ്റ്റൻ അല്ല, ക്യാപ്ഷൻ. ഈ അവസരമായി ക്യാപ്ഷൻ പറയുന്നുണ്ട് ആളുകൾ എനിക്കിട്ട പേരാണ് ക്യാപ്ഷൻ സുരേഷ്. ഇപ്പം പണകളിൽ ഒരു പണത്തൂക്കം മുന്നിൽ, നകുലൻസ് പണ ഇപ്പൊ ഉണ്ടാക്കിയത്. കൊള്ളാല്ലേ? വൺ മിസ്റ്റർ ജിത്തു സാറിന്റെ ഫ്രണ്ട് അല്ലേ? പുള്ളിയാണ് സാറിന്റെ പ്രശ്നത്തെ പറ്റി പറഞ്ഞത്. ഞാൻ ഇതുപോലത്തെ ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്തിട്ടുള്ള. എന്ത് പ്രശ്നത്തിനെ പറ്റി പറഞ്ഞു വരുന്നത്? കുട്ടികളിലായിരിക്കുന്ന വലിയ കുഴപ്പമായിട്ട് ആൾക്കാർ കാണുന്നത്. സത്യത്തിൽ ആർക്കാ കുഴപ്പം? അല്ല, കുഴപ്പം ആർക്കായാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഞങ്ങൾ ഫലപുഷ്ടിക്കാർക്ക് ഇതങ്ങനെ കാണാൻ പറ്റില്ല. എവിടെ ഫലപുഷ്ടിയുണ്ട് അവിടെ കുഞ്ഞുണ്ട്. അതാണ് ഇതിൻ്റെ ക്യാപ്ഷൻ. എഫക്റ്റ് തീരെ ഇല്ലാത്തതുകൊണ്ട് സൈഡ് എഫക്റ്റ് ഒട്ടും ഇല്ലാത്തൊരു പ്രോഡക്റ്റാണിത്. ഇത് ഉപയോഗിച്ചൊരു 3 മാസത്തിനുള്ളിൽ റിസൾട്ട് ഉണ്ടാവും. നമ്മളിപ്പോ വേറെ ട്രീറ്റ്മെന്റിലാണ്. എന്താവശ്യത്തിന്? ഇതെല്ലാം തട്ടിപ്പാ. അതെല്ലാം തട്ടിപ്പാ. ഇതിന് വേറെ 4000 രൂപ ഉള്ളൂ. 4000 രൂപ കുഞ്ഞ്. അങ്ങനെ ഒരു ക്യാപ്ഷൻ ഉണ്ട് ഇതിന്. അല്ല, ഞാൻ വൈഫായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് ജിത്തിനെ അറിയിച്ചാ പോരെ? വൈഫിനൊരു സർപ്രൈസ് കൊടുക്കാം. അവൾക്ക് സർപ്രൈസ് ഒന്നും ഇഷ്ടമല്ല. അപ്പൊ വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. അല്ലെങ്കിൽ നല്ല നായിക കയറത്തിലുണ്ട്. നായികരണ പൊടി ഇട്ടിട്ട് സാറ് മേടിച്ചിട്ടുണ്ട്. ഹലോ. ആ ആ സാരില്ല, കരയില്ലേ? രണ്ടുപേരാ? എനിക്കായി പ്രഗ്നൻസി കിറ്റിൽ തെളിഞ്ഞ ആ 2 വര ശരിക്കും പറഞ്ഞ ഞങ്ങളെ ലൈഫിലെ മുന്നോട്ടേക്കുള്ള ഒരു ഗിയർ ചേഞ്ച് ആയിരുന്നു. നാട്ടുകാരെ ചോദ്യശരങ്ങൾ അങ്ങനെ നിന്നു. പിന്നീട് വന്നത് ചോദ്യങ്ങൾക്ക് ഒരുതരം വാദങ്ങളായിരുന്നു, അവകാശവാദങ്ങൾ. ഇപ്പൊ കമലാശേർത്തി പറഞ്ഞത് എന്തായി? സുകുമാരകൃതം വലിച്ചില്ലേ? കാര്യം നടന്ന കമലാശേർത്തിനെ കണ്ട പോലെ കാണാനെന്ന് മോൻ പറഞ്ഞിനെ. എല്ലാം നിങ്ങള് പറഞ്ഞല്ലേ? ആയിക്കോട്ടെ. എന്റെ മോന്റെ വിശേഷായ നിന്റെ മോന്റെ വിസ വന്നോ? എല്ലാവരെയും കണ്ടു, എന്നെ മാത്രം എന്തുകൊണ്ട് കാണാത്തത് കൃഷ്ണ? ഇവിടുന്ന് സന്താന സൗഭാഗ്യന്ത്രം പോയിച്ചു ധരിച്ച ആർക്കും ബലം ലഭിക്കാതിരുന്നിട്ടില്ല. അത്രയ്ക്കും ശക്തിയുള്ള കൃഷ്ണനാണ് ഇവിടെയുള്ളത്. പിന്നെ നമ്മുടെ പൂജാരിയുടെ കൈപുണ്യവും. നേർച്ച നടന്നത് മറക്കണ്ട. അമ്മ എടുത്തു അടണ്ടല്ലോ മുന്നില്. എവിടെ? എന്റെ അമ്മേ, ഇങ്ങൊന്നേ.
എന്താടാ കത്തിച്ചോ. നിങ്ങളധികം ആട് നിന്നാലേ വഴിപാടിന്റെ എണ്ണം കൂടും. അതാ കത്തിച്ചോട്ടാ. എടാ ഇങ്ങളൊക്കെ എന്നെ എത്ര മക്കാറാക്കിയിട്ടുണ്ട് എന്റെ ഓളെ പ്രസവത്തെ പറ്റി പറഞ്ഞിട്ട്. എടാ ഇങ്ങക്ക് അറിയാം ഈ ദുനിയാവിലെ ഏറ്റവും സുന്ദരമായ കാഴ്ച തന്നത് ഇങ്ങക്ക്. എടാ ലേബർ റൂമിൽ നിന്ന് നേഴ്സ് വരും കുഞ്ഞുമായിട്ട് നമ്മളെ കാണിക്കാൻ. എടാ കുഞ്ഞിന്റെ മുഖാടാ ഈ ദുനിയാവിലെ ഏറ്റവും സുന്ദരമായ കാഴ്ച. എടാ അത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാൻ വേണ്ടിട്ടാ എന്റെ ഓളിങ്ങനെ പ്രസവിച്ചു കൂട്ടുന്നത്. എടാ ശുക്രേ, ലോകത്തിലെ ഏറ്റവും വലിയ വേന എന്തെന്നറിയാം എനിക്ക്. എന്താ? അത് പ്രസവേനയാണ്. അത് ഇനി ഒരിക്കലും അറിഞ്ഞാലേ എന്റെ കാഴ്ച കാണില്ല അതോടെ വെക്കും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവൂല. എല്ലാം കുളവും. ഈ ജോത്സ്യന്റെയും പൂജാരിയുടെയും പിന്നാലെ പോയിട്ടെ പണയിലെ കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ല. എൻ്റെ പണയം ബിസിനസിനെ കാട്ടി എത്രയോ വലുതാ ഒരു കുഞ്ഞുണ്ടാകുക എന്നുള്ളത്. അതുകൊണ്ട് നേരത്തെ വഴിപാടൊക്കെ മര്യാദയ്ക്ക് ചെയ്തോണം. ഇതൊക്കെ ചെയ്യാൻ കാശിനല്ലേ വേണ്ടത്. അമ്മക്ക് ഇങ്ങനെ വെറുതെ നേർന്നാ മതിയല്ല. ഞാൻ ഇവിടെ കിടന്ന് നേർച്ചയായിരുന്നോണ്ട് തന്നെയാ ഓക്കായത്, അല്ലാതെ എന്റെ കേമത്തിനെ കൊണ്ടൊന്നും അല്ല. പലരും അവകാശവാദങ്ങളായി വന്നിട്ടുണ്ടെങ്കിലും അമ്മയുടെ ഈ മാസ് ഡയലോഗ് കേട്ട നകുലേട്ടനെ കണ്ടിട്ട് എനിക്ക് ചിരിയടക്കാൻ പറ്റിയില്ല. റഫീഖിന്റെ ആദ്യത്തെ അറ്റംപ്റ്റ് അലസിപ്പോയി. മാസാമാസം ചാർട്ടുമായിട്ട് വന്ന പോലെയാണ് കക്ഷിയുടെ ഇപ്പത്തെ മെയിൻ പണി. നകുല, കൊറേ പേര് അവകാശവാദമായി വന്നതും ഇനി കൈനിറച്ചു കൊടുത്തതും നമ്മൾ അറിഞ്ഞിനെ. ശരിക്കും പറഞ്ഞാ നമ്മളെ ചാട്ടല്ലേ പണിയൊപ്പിച്ചേ. ആടാ കറക്റ്റ്. എന്റെ ചാർട്ടാ പോലും കുഞ്ഞിന്റെ അച്ഛൻ. എന്നാ ഞാൻ പോയി കയറാം. ആ കേറ്. അങ്ങനെ ചുരുക്കം പറഞ്ഞ കൊച്ചിനിപ്പോ അവകാശങ്ങൾ കുറെ ആയി അല്ലേ? നമ്മുടെ പാവം ഹോമിയോ ഔട്ട്. ഇതൊക്കെ പിന്നെ നമുക്ക് പതിവാ. എന്തായാലും കൺസീവ് ആയല്ലോ. നാട്ടിൽ നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചാൽ മതി. വല പിന്നെ തുടങ്ങിയോ? ഇല്ല. എന്നാ ശരി. പോ. എന്താ പറ്റിയ? ഓക്കെ അല്ലേ? കിടക്ക.